പ്രൈസ് ദി ലോർഡ്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. പ്രത്യേകമായി സന്തോഷത്തിന് ഒത്തിരി കാരണങ്ങളുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണം, നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്യാമ്പ് നമുക്കറിയാം, വളരെ ശക്തമായി ഒത്തിരി ആളുകൾ, ഒരു വലിയൊരു സമൂഹം തന്നെ ക്യാമ്പിന് വരികയും ഏകദേശം 500 പേര് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ നടുവിൽ നിന്ന് ദൈവത്തെ ആരാധിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. നമ്മൾ സത്യം പറഞ്ഞ ഈ ഒരു ക്യാമ്പ് അനൗൺസ് ചെയ്ത് പോലുമില്ല, അതായത് ഒരു പോസ്റ്റർ പോലും അടിച്ചില്ല എന്നുള്ളതാണ്. പോസ്റ്റർ നമ്മുടെ IT ടീം പോസ്റ്റർ ചെയ്തു വെച്ചു, പക്ഷെ അത് പബ്ലിക് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അതിനു മുൻപേ ക്യാമ്പിന് ബുക്കിംഗ് ഫില്ലായി. ബുക്കിംഗ് ക്ലോസ് ചെയ്തിട്ട് പിന്നെ എന്തിനാണ് നമ്മൾ പോസ്റ്റർ ഇടുന്നത്? ഇനി പോസ്റ്റർ ഇട്ടിട്ട് ആരെങ്കിലും സ്റ്റാറ്റസ് ഇട്ട് അത് കണ്ട് ഇനി ആൾ കൂടുതൽ വന്നാലോ, അപ്പോൾ നമുക്ക് കൂടുതൽ ബാധ്യതയാണ്. അതുകൊണ്ട് പോസ്റ്റർ പോലും ഇറക്കിയില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ ദൈവം നമ്മെ കരുതിയ ഒരു മാസമാണ് ഈ ഒരു മാസം. ദൈവത്തിൻ്റെ വലിയ വലിയ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരുന്നു. വലിയൊരു അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നിടത്തോളം കാലം നമുക്കതാണ് ഏറ്റവും വലിയ സന്തോഷം. ഭൗതികമായ മറ്റെല്ലാ സന്തോഷത്തെക്കാളും ഏറ്റവും വലിയ സന്തോഷം ഇതാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ ഈ ഒരു 7-ാം മാസത്തിൽ ദൈവം ചെയ്ത ഈ വലിയ അനുഗ്രഹത്തോടൊപ്പം തന്നെ നമ്മളിതാ 21-ാം തീയതി മുതൽ 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഈ 17, 18, 19 3 ദിവസത്തെ ക്യാമ്പ്, അതിനുശേഷം അതിൻ്റെ പിറ്റേ ദിവസം യാത്ര, ഇതെല്ലാം കഴിഞ്ഞ് 21-ാം തീയതി പെട്ടെന്ന് നമ്മൾ ഈ ഫാസ്റ്റിംഗ് പ്രയറിലേക്ക് സ്റ്റാർട്ട് ചെയ്തപ്പം ഞാൻ 21-ാം തീയതി രാവിലെ ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്കൊക്കെ ഒരു കുറച്ച് പേരൊക്കെ ഉണ്ടാവും, ഒരു 10-50 പേരൊക്കെ ഉണ്ടെങ്കിൽ സന്തോഷം എന്ന് കരുതിയിട്ടാണ് ഞാൻ സൂം ഓപ്പൺ ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കുമ്പം ഏകദേശം 120ഓളം ആളുകളാണ് സൂമിൽ ഫാസ്റ്റിംഗ് പ്രയറിനായിട്ട്. അത് ഫാമിലി ആയിട്ടിരിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനകത്ത് എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അതിലധികമാണ്. അത്രയും ആളുകൾ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പ്രയറിൽ ഓൺലൈനിലിരിക്കണം. അപ്പോൾ ഫുൾ ഫാസ്റ്റിംഗ് ആയിരിക്കണം. അപ്പോൾ അത് ദൈവത്തോടുള്ളൊരു സ്നേഹം, കരുതൽ, അല്ലെങ്കിൽ ദൈവം നമ്മെ കരുതിയതിനുള്ളൊരു നന്മ, അതൊക്കെയാണ് പരസ്പരം പങ്കുവെക്കാൻ കഴിയുന്ന രീതിയിൽ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹത്തെ കാണാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അത് വലിയൊരു സന്തോഷം. ഞാൻ ഈ 7-ാം മാസത്തിലേക്ക് വരുമ്പം നമുക്കറിയാം, ഈ 2026 നമ്മൾ കടക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ഫാസ്റ്റിങ് പല മാസങ്ങളായിട്ട് നമ്മൾ ഫാസ്റ്റിങ്ങിലായിരിക്കുമെന്ന് നമ്മൾ അന്നേ അനൗൺസ് ചെയ്തതാണ്. ഇത് കർത്താവ് നമ്മളോട് പറഞ്ഞതാണ്. 7-ാം മാസം നിങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി ദൈവവചനം നമ്മളോട് പറഞ്ഞ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ഫാസ്റ്റിങ്ങും ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തെടുത്ത് പോകുന്നത്. ഇവിടെ നമ്മൾ ഇന്ന് ഈ 7-ാം മാസത്തിൻ്റെ ഫാസ്റ്റിങ്ങിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് തോന്നുന്നു 7-നെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. എന്തായാലും സഭ ഒരുമിച്ച് 7-ാം മാസത്തെ ഫാസ്റ്റിംഗ് ഒരുമിച്ച് കൂടുന്നു. അപ്പോൾ നമുക്ക് ഈ 7-ാം മാസത്തിൻ്റെ പ്രത്യേകതകളും നമ്മുടെ ജീവിതത്തിലായിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് കൂടെ നമുക്കൊന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് 7-ാം മാസത്തെ ഒരു ഫാസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത? 7-ാം മാസം എന്ന് പറയുന്നത് നമുക്കറിയാം, ഹെബ്രായ കലണ്ടറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹെബ്രായ കലണ്ടറിൽ നമുക്ക് കാണാം തൃഷി അല്ലെങ്കിൽ എഥാനിം എന്ന് പറയുന്ന ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 7-ാം മാസം. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടർ നമുക്കറിയാം ഗ്രിഗോറിയൻ കലണ്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഗ്രിഗോറിയൻ കലണ്ടറിൽ ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ ഹീബ്രുവിൻ്റെ ഹെബ്രായ യഹൂദ കലണ്ടർ അനുസരിച്ച് ഈ തൃഷിയും എഥാനിം മാസം കടന്നു വരുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് അത് കടന്നു വരിക. എന്നാൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു മാസം, ഇന്നത്തെ നമ്മുടെ കലണ്ടർ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ 7-ാം മാസം എന്ന് പറയുന്നത് ഈ ഒരു ജൂലൈ മാസത്തിലാണ് നമ്മുടെ 7-ാം മാസം കിടക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ഈ 7-ാം മാസത്തിൽ ഒരു ഉപവാസം, പൂർണ്ണമായൊരു 21 ദിവസത്തെ ഉപവാസം നമ്മൾ പ്രഖ്യാപിക്കുമ്പം ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു ദൈവിക പൂർണ്ണത, ദൈവത്തിൻ്റെ വിടുതൽ, ദൈവത്തിൻ്റെ അനുഗ്രഹം, ഇങ്ങനെ പല കാര്യങ്ങളും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് ഈ 7-ാം മാസത്തിൻ്റെ പ്രത്യേകത എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അവിടെ 7-ാം മാസത്തിൽ വളരെ അധികം കാര്യങ്ങൾ ദൈവം നമ്മളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട മാസമാണ്. ഏറ്റവും പ്രധാനമായിട്ട് വിശുദ്ധീകരിക്കപ്പെട്ടൊരു മാസമാണ് 7-ാം മാസം. ഇസ്രായേലിന്റെ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ, യഹൂദ പശ്ചാത്തലം, ആ ഹെബ്രായ ഭാഷയുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ വിശുദ്ധീകരിക്കപ്പെട്ടൊരു മാസം, ദൈവം നമുക്ക് വേണ്ടി വേർതിരിച്ച ഒരു മാസമാണ് 7-ാം മാസം. ഇസ്രായേലിന്റെ ആ പാരമ്പര്യത്തിൽ നമുക്കത് കാണാൻ പറ്റും. ദൈവം ആ മാസത്തെ പ്രത്യേകമായി വേർതിരിച്ചു. ദൈവത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ പറയുമ്പം 6 ദിവസം തൻ്റെ സൃഷ്ടിയുടെ ചേർന്ന് അവൻ നിന്നു. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, അങ്ങനെ സൃഷ്ടിയിൽ 6 ദിവസം അവൻ പൂർത്തീകരിച്ചു. 6-ാം ദിവസം സകല സൃഷ്ടിയും പൂർത്തീകരിച്ച് 7-ാം ദിവസം വിശുദ്ധമായി ആചരിക്കാൻ ദൈവം തൻ്റെ ജനത്തിന് കൊടുക്കുമ്പോൾ തന്നെ ദൈവവും വിശ്രമിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ പറ്റും. ദൈവം 7-ാം ദിവസം സൃഷ്ടി പൂർത്തീകരിച്ച് 7-ാം ദിവസം വിശുദ്ധമായി ആചരിച്ചു, ഒന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത്.
അപ്പൊ 7-ാം മാസം 7-ാം ദിവസം 7 എന്ന് പറയുന്ന സംഖ്യ തന്നെ വിശുദ്ധിയെ സൂചിപ്പിക്കുന്നു, പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു, ദൈവിക വിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. ദൈവത്തോട് കൂടെയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീ 7-ാം ദിവസം 7-ാം മാസം അല്ലെങ്കിൽ 7-7-49 കഴിഞ്ഞു വരുന്ന ആ ഒരു ജൂബിലി വർഷം, ഇവിടെയെല്ലാം നീ ദൈവത്തോട് ചേർന്നായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്ന ദിവസമാണ്, ദൈവം ആഗ്രഹിക്കുന്ന വർഷമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം അങ്ങനെ ഒരു പ്രത്യേക രീതികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. വിടുതലിന് വേണ്ടിയിട്ട് ചില സമയങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ വിശുദ്ധീകരിക്കപ്പെട്ട ദൈവത്തിന്റെ മാസം, ദൈവം പ്രത്യേകമായി വേർതിരിപ്പിക്കപ്പെട്ട മാസം, നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ആ ദൈവിക പൂർണ്ണതയുടെ ഈ മാസം നമ്മൾ വിശുദ്ധിയിലായിരിക്കണം, ദൈവത്തോട് ചേർന്നിരിക്കണം, ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ എപ്പോഴും ദൈവത്തോടു കൂടെ ആയിരിക്കണം. യഹൂദ രീതിയിൽ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ രീതിയിൽ നമുക്ക് കാണാം, 7-ാം ദിവസം അവർ ശരിക്കും പറഞ്ഞ് ഇത്ര അടി നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ കിലോമീറ്ററുകളൊന്നും നടക്കില്ല. കാരണം അത്ര നടന്നു കഴിഞ്ഞാൽ അതുപോലും ഒരു വേലയായി, ഒരു ജോലിയായി കണക്കാക്കപ്പെടും. ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഇസ്രായേലിലുണ്ട്. അപ്പോൾ അവൻ പറയുന്നത് കേൾക്കാം, ഒരു സ്വിച്ച് ഇടുന്നത് പോലും, ഒരു ബൾബ് കത്തിക്കാനുള്ള സ്വിച്ച് ഇടുന്നത് പോലും ജോലിയായിട്ട് കണക്ക് കൂട്ടുക. നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, യേശു പോലും ഈ കതിര് പറിച്ചിട്ട്, യേശുവിന്റെ ശിഷ്യന്മാര് നടന്നു പോകുമ്പോൾ വയലിൽ നിന്നും കതിര് പറിച്ച് കൈ കൊണ്ട് ഇങ്ങനെ തിരുമി. അപ്പൊ ഈ തിരുമുന്നത് ജോലിയായി മാറി. കാരണം എന്താണ് ആ തിരുമുന്നത്? നമ്മളിപ്പോ കറ്റമെതിക്കുന്ന ജോലിക്ക് സമാനമായി അതിനെ കണ്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഫരിസേയർ യേശുവിന്റെ ശിഷ്യന്മാരെ ചോദ്യം ചെയ്യുക, നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നു? കാരണം അത്രത്തോളം അവർ ആ നിയമത്തോട്, ദൈവിക കൽപ്പനകളോട് അത്രത്തോളം അടുത്തായിരുന്നു അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരു ദൈവകൽപ്പനയെങ്കിലും ലംഘിക്കപ്പെടുക, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അതിലൊരു ലംഘനം ഉണ്ടാകുന്നത് ദൈവത്തിന്റെ ശിക്ഷാവിധിക്ക് കാരണമാകുമെന്ന് ചിന്തിക്കുകയും അത്രത്തോളം ദൈവത്തോട് ചേർന്നിരിക്കുകയും ചെയ്തവരാണ് യഹൂദജനം. പക്ഷേ അവർക്ക് എന്ത് പറ്റി? യേശുവിനെ മാത്രം അവർക്ക് മനസ്സിലായില്ല. അവർ കൽപ്പനകളെ ആഴത്തിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും അല്ലെങ്കിൽ അത് പാലിക്കാൻ ഒരുപാട് ശ്രമിക്കുകയും ചെയ്തു. എങ്കിലും ക്രിസ്തുവിന്റെ സ്നേഹത്തെയോ കൃപയെയോ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പകരം അവർ നിയമത്തിൽ അടിമപ്പെട്ട് ജീവിച്ചു. ഒരിക്കലും ദൈവത്തെ അവർ കണ്ടില്ല, ക്രിസ്തുവിനെ അവർക്ക് സ്വീകരിക്കാൻ സാധിച്ചില്ല. യേശു പറഞ്ഞതുപോലും, ആ സ്നേഹത്തിന്റെ കാര്യങ്ങൾ പോലും അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്നുള്ളതാണ് നമുക്കവിടെ കാണാൻ പറ്റും. നമുക്കറിയാം, 6 ദിവസം ദൈവം തന്റെ സൃഷ്ടികർമ്മം പൂർത്തിയാക്കി 7-ാം ദിവസം വിശ്രമിച്ച ആ 7 എന്നൊരു സംഖ്യ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങി കാണുക. 6 ദിവസം തന്റെ സൃഷ്ടി, 7-ാം ദിവസം. നമ്മൾ ഇന്ന് നമ്മുടെ ഈ ഒരു കാലത്തിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ നമുക്കറിയാം, ഗ്രിഗോറിയൻ കലണ്ടറൊക്കെ കടന്നു വന്ന കാലഘട്ടം എത്രയോ വർഷങ്ങൾക്ക് ശേഷം, എത്രയോ കാലത്തിന് ശേഷം, എത്രയോ സമയത്തിന് ശേഷമാണ്. ഇന്ന് സയന്റിഫിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും ആഴ്ചയിൽ 7 ദിവസമായി നമ്മൾ വേർതിരിച്ചിരിക്കുന്നു. ഇത്ര മാസമായി ഗ്രിഗോറിയൻ കലണ്ടർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 12 മാസം, അതിൽ തന്നെ ലീപ്പ് ഇയർ പോലെയുള്ള കാര്യങ്ങൾ. ഇങ്ങനെ ഓരോ കണക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയോടും സൂര്യനോടും ഈ പ്രപഞ്ചത്തോടും ഒക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ കലണ്ടർ. അത് തന്നെ 365 ദിവസം, അതിൽ തന്നെ ഇത്ര മാസം, 7 ദിവസം വെച്ച് ഒരാഴ്ച പോലെ തിരിച്ച് ഇത്രയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ഓർഡറാക്കിയൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുകയും ഇതിന്റെ കാലാവസ്ഥ വ്യതിയാനം അനുസരിച്ചുള്ള വ്യത്യാസങ്ങളെല്ലാം നമ്മൾ, ശാസ്ത്രം ഇത്രത്തോളം വളർന്നൊരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോഴും അന്ന്, അതായത് 7-ാമത്തെ സംഖ്യയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഈ കാര്യം പറയുമ്പം, ഇന്ന് ഈ 2026 നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോഴും ഇതിന്റെ കണക്കും കാര്യങ്ങളും ഇതിന്റെ രീതികളും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം വലിയ ശക്തമായ ഒരു മെസ്സേജാണ് നമുക്ക് നൽകുന്നത്. ദൈവത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ നൽകുന്ന ദൈവം, ഏകസത്യ ദൈവം, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അവൻ മാത്രമാണ് എന്ന് തെളിയിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ 7ന്റെ സംഖ്യയോട് അനുബന്ധിച്ച് നമ്മളോട് ദൈവം പറഞ്ഞു തരുന്ന. അല്ലെങ്കിൽ ഇന്ന് ഒരു നിരീശ്വരവാദിക്കോ അല്ലെങ്കിൽ ഇന്നത്തെ വിദ്യാഭ്യാസം ഒത്തിരി നമുക്ക് അറിവും കാര്യങ്ങളെക്കുറിച്ചും ബോധ്യമുള്ള ഒരു കൊച്ചു കുഞ്ഞു പോലും നമ്മളുടെ പഠനങ്ങളിൽ നിന്ന് നമ്മൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും, ദൈവത്തിന്റെ പൂർണ്ണത, ദൈവത്തിന്റെ ശ്രേഷ്ഠത, ഇതൊക്കെയാണ് നമുക്ക് അവിടെ കാണുന്നതെങ്കിൽ അതിന്റെ ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ നമുക്ക് നൽകുന്ന തുടക്കം തന്നെ തന്റെ സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോൾ, അവൻ 6 ദിവസമായി അതിനെ സൃഷ്ടികർമ്മം പൂർത്തിയാക്കി 7-ാം ദിവസം തന്നെ വിശ്രമം എന്ന് പറയുമ്പോൾ അവിടെ തന്നെ അവിടെ നിഴൽ തുടങ്ങി. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ എത്രയോ സ്ഥലത്താണ് ഈ 7-നെ കുറിച്ച് പറഞ്ഞു വന്നാൽ നമുക്കറിയാം ഇന്നത്തെ ദിവസം ഈ ക്ലാസ് തീരത്തില്ല. അത്രയധികം ബൈബിളിൽ 7 എന്ന സംഖ്യയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അനേക പ്രാവശ്യം കിടക്കുക, അനേക സ്ഥലങ്ങളിൽ, അനേക കാര്യങ്ങളിൽ, അനേക സൂചനകളിലൂടെ ദൈവം പറഞ്ഞു വെക്കുക. കാരണം അത് ദൈവത്തിന്റെ പൂർണ്ണതയാണ്,
ദൈവത്തിൻ്റെ വിശുദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവികമായ പൂർത്തീകരണത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ്, ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ദൈവം ആ മേഖല അവിടെ അങ്ങനെ തിരിച്ചു വെച്ചിരിക്കുന്നത്. ഇന്ന് ഈ സയന്റിഫിക് ലോകത്ത് നിൽക്കുമ്പോൾ പോലും അത് വളരെ കറക്റ്റായി, വളരെ ആപ്റ്റായി നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും നമുക്ക് 7-ാം മാസത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പം വളരെയധികം പ്രധാനപ്പെട്ട മേഖലകൾ, പ്രധാനപ്പെട്ട അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ പെരുന്നാളുകൾ ഇസ്രായേൽ ജനത്തിന് തിരിച്ചു കൊടുത്തൊരു മാസമാണ് ഈ 7-ാം മാസം. വളരെ പ്രധാനപ്പെട്ട 3 തിരുനാളുകളാണ് യഹൂദ പശ്ചാത്തലത്തിൽ. ഒന്ന് കാഹള പെരുന്നാൾ, അതുപോലെ പാപപരിഹാര പെരുന്നാൾ, കൂടാര തിരുനാൾ. നമുക്കറിയാം ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ് വളരെ വളരെ ഇസ്രായേല് ശക്തിയോടെ കൊണ്ടാടിക്കൊണ്ടിരുന്ന ഒരു പെരുന്നാളാണ് ഈ കാഹളത്തിൻ്റെ ഒരു പെരുന്നാൾ. അത് എന്താണെന്ന് നമുക്കറിയാം. വളരെ ശക്തമായി ദൈവം ഞങ്ങളെ കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന്റെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ദൈവം ഞങ്ങളോട് സംസാരിക്കുന്നു. ദൈവം സംസാരിക്കുന്ന ജനതയാണ് ഞങ്ങളെന്ന വിശ്വാസത്തിലാണ് അവർ ആ പെരുന്നാൾ ആഘോഷിച്ചു കൊണ്ടിരുന്നത്. മാത്രമല്ല, ഇത് വിശുദ്ധിയുടെ മാസമാകയാൽ ഈ 7-ാം മാസം നിങ്ങൾ ആചരിക്കേണ്ട മറ്റൊരു പെരുന്നാളിനെ കുറിച്ച് പറയുന്നുണ്ട്, പാപപരിഹാര തിരുനാൾ. ആ പാപപരിഹാര ദിവസമായി, പാപപരിഹാര മാസമായി, പാപപരിഹാരത്തിന് വേണ്ടി യോം കിപ്പൂർ തിരുനാൾ ആഘോഷിക്കുന്ന ഇസ്രായേൽ ജനം പാപപരിഹാരത്തിന് വേണ്ടി ജെറുസലേം ദേവാലയത്തിന്റെ അതിപ്രധാന സ്ഥലത്ത്, അതിവിശുദ്ധ സ്ഥലത്ത് പ്രധാന പുരോഹിതൻ കയറുന്ന, പാപപരിഹാര ബലി അർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് ഈ 7-ാം മാസം. ഈ 7-ാം മാസത്തിലാണ് പ്രധാന പുരോഹിതൻ തനിക്കായും ജനത്തിന് വേണ്ടിയിട്ടും പാപപരിഹാര ബലി അർപ്പിക്കുന്നത്. ആ യോം കിപ്പൂർ അവര് അർപ്പിക്കുന്ന ആ മാസം 7-ാം മാസമാണ്. അത് നമുക്ക് കാണാം. ഇതെല്ലാം ലേവ്യ പുസ്തകം അതിന്റെ 16-ാം അധ്യായത്തിൽ നമുക്ക് പാപപരിഹാര പെരുന്നാളിനെ കുറിച്ചും കാഹള പെരുന്നാളിനെ കുറിച്ച് ലേവ്യ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 24-25 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം കൂടാര തിരുനാൾ. ഇസ്രായേല് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവം ഞങ്ങൾക്കൊരു ദേശം നൽകി, ഞങ്ങളെ അനുഗ്രഹിച്ചു, ഞങ്ങൾക്കൊരു ഭവനം നൽകി, ഞങ്ങളെ അനുഗ്രഹിച്ചു, ഞങ്ങളെ കൂടാരത്തിൽ വസിക്കുന്ന ദൈവം സംരക്ഷിച്ചു. കൂടാരത്തിൽ നിന്നും കൂടാരങ്ങളിലേക്ക് മാറി താമസിച്ചുകൊണ്ട് ദൈവം ഞങ്ങളോടൊപ്പം സഞ്ചരിച്ചു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർ ഒരു തിരുനാൾ ആഘോഷിക്കാൻ ദൈവം പറഞ്ഞു, കൂടാര തിരുനാൾ. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട തിരുനാളുകൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് അവർ ആഘോഷിച്ചു കൊണ്ടിരുന്ന ഒരു മാസമാണ് ഈ 3 മാസവും. ഇന്ന് ക്രിസ്തുവിൽ നമ്മൾ ഈ 3 മാസം അല്ലെങ്കിൽ ഈ 3 തിരുനാളുകൾ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്, എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ദൈവം കർത്താവായ യേശു ക്രിസ്തു അവൻ വീണ്ടും വരും. അവന്റെ ശബ്ദം നമ്മൾ കേൾക്കും. കാഹളത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കും. അത് കർത്താവ് നമ്മളെ വ്യക്തമായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. ലാസറിന്റെ ഉയർപ്പിൽ വരുമ്പോൾ ലാസറെ പുറത്തു വരിക എന്ന ശബ്ദം കേട്ട് ലാസർ അവന്റെ കെട്ടുകളോടുകൂടി തന്നെ പുറത്തു വന്നത് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. കാരണം യേശുവിന്റെ ശബ്ദം അവന്റെ ശബ്ദം നമ്മെ ജീവനിലേക്ക് നയിക്കുന്നതാണ്. അവന്റെ വചനം നമ്മളെ ജീവന്റെ ഉണർവിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണ്. അപ്പൊ കർത്താവിന്റെ 2-ാം വരവ് ഉണ്ടാവും. ആ 2-ാം വരവിനെ കുറിച്ച് വചനങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. വ്യക്തമായ ദൈവവചനം നമുക്ക് സൂചന നൽകുന്നത് അവിടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടും തന്റെ ദൂതന്മാരോടുമൊപ്പം യേശു വാനമേഘങ്ങളിൽ നമ്മളെ കൂട്ടിക്കൊണ്ടുവരാൻ വരുന്നൊരു ദിവസമുണ്ട്. നമ്മെ വിശുദ്ധീകരിക്കാൻ, നമ്മെ വീണ്ടെടുക്കാൻ, നമ്മെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ വരുന്നൊരു ദിവസമുണ്ട്. വീണ്ടും നമുക്കറിയാം, യേശുവിന്റെ മുൻപിൽ തന്നെ താഴ്ത്തുന്ന, പുതിയ നിയമത്തോടനുബന്ധിച്ച് പാപപരിഹാര ദിവസം അല്ലെങ്കിൽ യോം കിപ്പൂർ എന്താണ് നമ്മെ സൂചിപ്പിക്കുന്നത്? ഓരോ ദിവസവും നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കണം. കർത്താവേ, ഞാൻ പാപിയാ, ഞാൻ ബലഹീനനാ, നിന്റെ മുൻപിൽ നിൽക്കാൻ യാതൊരു യോഗ്യതയുമില്ലാത്തവനാ, നിന്റെ കരുണയ്ക്ക് മുൻപിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഇസ്രായേൽ 7-ാം മാസമാണ് ദൈവസന്നിധിയിൽ പാപപരിഹാരത്തിനായി പ്രധാന പുരോഹിതൻ ചെന്ന് യോം കിപ്പൂർ ആഘോഷിച്ചിരുന്നെങ്കിൽ, ഇന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപേ അനുദിനം നീ ദൈവസന്നിധിയിൽ നിന്റെ പാപങ്ങൾ ഏറ്റുപറയും. അവിടുന്ന് വിശ്വസ്തനും നീതിമാനുമാകിയാൽ നിന്റെ പാപങ്ങൾ ഏറ്റെടുക്കുകയും നിന്നെ കഴുകുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ഒരു കർത്താവ് നമുക്കുള്ളത് എന്ന് നീ അറിയുന്നില്ല എന്ന ചോദ്യമാണ് കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്. എത്രയോ വിശ്വസ്തനായ ഒരു ദൈവത്തെ, എത്രയോ ശക്തനായ ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. വീണ്ടും കൂടാരത്തിരുന്നാൾ, നിനക്ക് വാസമുറപ്പിക്കാൻ ഞാനൊരു സ്ഥലം ഒരുക്കും. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായത്തിൽ പറയുക, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കും, ഞാൻ പോയി നിനക്കൊരു വസതി ഒരുക്കും, ഒരു കൂടാരം ഞാൻ നിനക്കായി സ്ഥാപിക്കും, ഞാനത് സ്ഥാപിച്ച് നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നൊരു ദിനമുണ്ട്, നീ പ്രത്യാശയോടെ കാത്തിരിക്കണം എന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകി പോയൊരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അപ്പൊ നമുക്കൊരു ഉറപ്പുണ്ട്, കർത്താവ് എനിക്കൊരു കൂടാരം നൽകും, എനിക്കൊരു വാസസ്ഥലം എൻ്റെ ദൈവം എനിക്ക് തരും എന്ന് വിശ്വാസത്തോടെ നമുക്ക് ഉറപ്പിക്കാം.
ഒരു നിമിഷം ഒന്ന് സ്തുതിച്ച കർത്താവേ, ഈ 7-ാം മാസത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പം, ഈ 7-ാം മാസത്തിൽ ഞങ്ങൾ ആചരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തിൻ്റെ മാസമായി ഞങ്ങളെ ഒരുക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. യേശുവേ, ഞങ്ങളിൽ വന്നുപോയിട്ടുള്ള സകല പാപക്കറകളും സകല ശാപബന്ധനങ്ങളും കർത്താവെ അവിടുന്ന് അഴിക്കണമേ. ഞങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ തിരക്തം കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വർഷത്തിലൊരിക്കൽ പ്രധാന പുരോഹിതൻ ആടുകളുടെയോ കാളക്കുഞ്ഞുങ്ങളുടെയോ രക്തം കൊണ്ട് ദൈവസന്നിധിയിൽ പ്രധാന വസതിയിലേക്ക് തൻ്റെ പാപവും ജനങ്ങളുടെ പാപവും പരിഹാര ബലിയായി സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ തൻ്റെ പാപത്തിന്റെ പരിഹാരമായി തങ്ങളുടെ സമർപ്പിച്ചപ്പോൾ അവിടുന്ന് അവരെ ഏറ്റെടുത്തു എന്ന് ദൈവവചനത്തിൽ പറയുന്നു. എന്നാൽ കർത്താവേ, അവന്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നപ്പോ നിന്റെ പാപപരിഹാര ബലി എനിക്ക് വേണ്ട, നിന്റെ ആട്ടിൻകുട്ടി എനിക്ക് വേണ്ട, നിന്റെ കാളക്കുട്ടി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം ആ ബലികളെ എനിക്ക് ആഗ്രഹമില്ല എന്ന് പറഞ്ഞപ്പോ കർത്താവായ യേശുവേ, ഹൃദയമാണ് നുറുങ്ങേണ്ടത്, ഹൃദയമാണ് മാറേണ്ടത്, ഹൃദയമാണ് വിശുദ്ധീകരിക്കപ്പെടേണ്ടത് എന്ന് അവിടുന്ന് ഞങ്ങൾക്കൊരു ബോധ്യം നൽകി. ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുന്നു. ഈ 7-ാം മാസത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടണമേ, ഞങ്ങളുടെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ പൂർണ്ണമായി ഒന്ന് ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിൽ ഉണർവ് പ്രാപിച്ച് ദൈവത്തിന്റെ മഹാശബ്ദം ഞങ്ങൾ കേൾക്കുമെന്ന്, സ്വർഗത്തിന്റെ മഹാശബ്ദം ഞങ്ങൾ കേൾക്കുമെന്ന് വിശ്വാസത്തോടെ, അത് ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ഞങ്ങളുടെ യാതൊരു പ്രവൃത്തി കൊണ്ടല്ല, ഞങ്ങൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടല്ല, പകരം സ്വർഗത്തിലെ ദൈവം ഞങ്ങളോട് കരുണ കാണിച്ചതുകൊണ്ട് ഞങ്ങളെ വീണ്ടെടുക്കുമെന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഒരു കാഹളത്തിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ദിനമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ, അവിടുത്തെ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ, അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന. കർത്താവേ, ദൈവത്തിന്റെ ഒരു നിത്യമായ സംരക്ഷണം ഞങ്ങൾ പ്രാപിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദാവീദ് കൂടാരങ്ങളിൽ നിന്നും കൂടാരങ്ങളിലേക്ക് മാറിപ്പാർത്തപ്പോ, ഇസ്രായേൽ ജനം മോശയിൽ നിന്നും കൂടാരങ്ങളിൽ നിന്ന് കൂടാരങ്ങളിലേക്ക് മാറിപ്പാർത്തപ്പോ ഒരു ദൈവിക കൂടാരം ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കി. മരുഭൂമിയിലെ യാത്ര പോലെയല്ല, ദൈവം ഞങ്ങളെ പരിപാലിച്ച അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം, അതിനേക്കാൾ വലിയൊരു സംരക്ഷണം ഇന്ന് ഞങ്ങളുടെ മേൽ തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കണേ, ഇന്ന് ക്രിസ്തീയ ജനതയാണ് നമ്മൾ, ദൈവത്തിന്റെ പൈതലാണ് നമ്മൾ ദൈവമക്കളാണെങ്കിൽ ഒരു ഉറപ്പുണ്ടാകണം, കർത്താവ് നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ്. എൻ്റെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും എന്നോട് സംസാരിക്കാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവം. ഏത് പ്രശ്നത്തിന്റെ നടുവിലും എന്നോട് സംസാരിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എൻ്റെ ദൈവം, എൻ്റെ ശക്തനായവൻ, എന്നെ വീണ്ടെടുക്കുന്ന, കൃപയാൽ എന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. ഇതാ ക്രിസ്ത്യാനിയുടെ വിശ്വാസമായിരിക്കേണ്ടത്. ഇതിനപ്പുറത്തോട്ട് ഒരു വിശ്വാസവും പോകത്തില്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം ക്യാമ്പിൻ്റെ സമയത്ത് പ്രിയപ്പെട്ട ഷൈനി സിസ്റ്റർ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ക്ലാസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സിസ്റ്റർ പറഞ്ഞു, കർത്താവിൻ്റെ ഒരു ബോധ്യത്തിൽ പറഞ്ഞു, ആരോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പം എപ്പോഴും സംഖ്യ കാണും. ആ സംഖ്യ കാണുന്ന ആള് ഏത് സംഖ്യയാണെന്ന് സിസ്റ്റർ പറയുന്നില്ല, ഒരു സംഖ്യ കാണും. സ്ഥിരമായ ഒരു സംഖ്യ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്ന ഒരു വ്യക്തി ഈ ഹാളിലുണ്ട്. ആ വ്യക്തിയോട് ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സ്റ്റേജിൻ്റെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട്. ഷൈൻ സിസ്റ്റർ സ്റ്റേജിൻ്റെ താഴെയുള്ള പോഡിയത്തിലാണ് നിൽക്കുന്നത്. ഞാൻ അതിൻ്റെയൊക്കെ ബാക്കിൽ ഒരു സൈഡിൽ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനുണ്ട്, നമ്മുടെ രാജു ഉണ്ട്, അതുപോലെ വേറെ ആരൊക്കെയോ ഉണ്ട്. ഞങ്ങൾ അവിടെ കൊയർ ഗ്രൂപ്പ് ജെൻസ് അവിടെ വട്ടം കൂടി നിൽക്കുന്നു, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് എൻ്റെ തൊണ്ടയൊക്കെ ഇങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മെസ്സേജ് ഞാൻ കേൾക്കുന്നത്. അപ്പം സിസ്റ്റർ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു സംഖ്യ സ്ഥിരമായി പ്രാർത്ഥിക്കുമ്പോൾ കാണുന്ന ഒരു വ്യക്തി ഈ ഹോളിലുണ്ട് എന്ന് പറഞ്ഞപ്പം ഞാൻ അപ്പം തന്നെ പറഞ്ഞു, 7 ആണെങ്കിൽ അത് ഞാനാണ് എന്ന് പറഞ്ഞു. ഞാൻ ഒച്ചത്തിലല്ല പറയുന്നത്, ഞാൻ ശബ്ദം കുറച്ചാണ് പറയുന്നത്. അപ്പോൾ രാജു ബ്രദറിനൊക്കെ കേൾക്കാം, 7 ആണെങ്കിൽ അത് ഞാനാണെന്ന് പറയുന്നത്. രാജു കേട്ടു, രാജു പെട്ടെന്ന് എന്നെ നോക്കുകയും ചെയ്തു. വേറെ ആരൊക്കെ കേട്ടുമെന്ന് എനിക്കറിയില്ല, എന്തായാലും അവിടെ നിൽക്കുന്നവർക്ക് മാത്രം കേൾക്കാം, ഷൈൻ സിസ്റ്ററിന് കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിതിങ്ങനെ പറഞ്ഞു, 7 ആണെങ്കിൽ അത് ഞാനാട്ടോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ കൈ ഉയർത്തുകയും ചെയ്തു. ഞാനപ്പോൾ തന്നെ കൈ താത്തി. അതിനുശേഷം സിസ്റ്റർ 2-3 പ്രാവശ്യം, അപ്പോൾ ഞാൻ ഹോളിൽ ആരെങ്കിലും ആയിരിക്കും, ദൈവാത്മാവ് അവരോട് ഇടപെടട്ടെ എന്ന് കരുതി ഞാനത് ഒത്തിരി ഒച്ചതിലൊന്നും പറയാൻ പോലെ വളരെ ചുരുങ്ങിയ ശബ്ദത്തിലാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് വീണ്ടും സിസ്റ്റർ പറഞ്ഞു, ഈ സംഖ്യ ഏതാണെന്ന് ഞാൻ ഒരു ക്ലൂവും കൂടി, ഒരു സൂചന കൂടി തരാം, അപ്പോൾ ദൈവാത്മാവ് നിങ്ങളുടെ മുൻപിൽ വെളിപ്പെടുത്തുകയാണെങ്കിൽ ഈ സംഖ്യ മറ്റൊന്നുമല്ല, അത് 7 ആണ് എന്ന് ഷൈൻ സിസ്റ്റർ വിളിച്ചു പറഞ്ഞു. അപ്പോഴും ഞാൻ എൻ്റെ കൈ ഇങ്ങനെ ഉയർത്തിയിരിക്കുക. സാധാരണ ഷൈൻ സിസ്റ്റർ ബാക്കോട്ട് തിരിഞ്ഞ് അങ്ങനെ നോക്കാറില്ല. ബാക്കോട്ട് തിരിഞ്ഞ് നോക്കിയാലും സ്റ്റേജിലല്ല ഞാൻ നിൽക്കുന്നത്, സ്റ്റേജിൻ്റെയും സൈഡിലാണ്. അതായത് എന്നെ കാണില്ല, ഞാനാണെങ്കിൽ ഇരുട്ടത്താ, ആ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ മാത്രമേ ലൈറ്റ് ഉള്ളൂ. അപ്പോൾ ആ സൈഡിൽ ലൈറ്റിൽ എന്നെ കാണാൻ ചാൻസ് കുറവാണ്. എന്നാലും ഞാൻ കൈവക്കി, ഞാൻ ആ കൈ താത്തിയില്ല, ഇങ്ങനെ കൈവക്കി. സിസ്റ്റർ ഇങ്ങനെ അപ്പുറത്തോട്ട് നടന്നിട്ട് ഇങ്ങനെ തിരിച്ച് നടക്കുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് കണ്ട് പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ഡിസംബർ ആണോ? ഓക്കെ,
കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് പറഞ്ഞു. അപ്പം ഞാൻ ഈ കൈ ഉയർത്തിപ്പിടിച്ചിട്ട് ഞാൻ നിൽക്കുമ്പോഴും എൻ്റെ ഉള്ളിലൊരു ബോധ്യം എങ്ങനെയാണ്, അതായത് ഞാൻ എപ്പോൾ മലയിൽ പ്രാർത്ഥിക്കുമ്പോഴും, എവിടെ ഏകാന്ത പ്രാർത്ഥനയിൽ, എൻ്റെ പേഴ്സണൽ പ്രയറിലൊക്കെ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും 7 എന്ന സംഖ്യ എനിക്ക് എപ്പോഴും കാണാൻ പറ്റും. ഞാൻ ഈ ബൈബിൾ മെസ്സേജ് എടുക്കുമ്പോൾ ബൈബിൾ മെസ്സേജ് എടുക്കുകയാണെന്ന് കണ്ണടച്ചിട്ട് ഞാൻ മെസ്സേജ് എടുക്കുമ്പോൾ ചിലപ്പം മെസ്സേജ് എടുക്കുമ്പോൾ തന്നെ ഏത് അധ്യായമാണോ ആ അധ്യായത്തിൽ 7-ാം വാക്യം അല്ലെങ്കിൽ 17-ാം വാക്യം അല്ലെങ്കിൽ 27-ാം വാക്യം 37-ാം വാക്യം 47-ാം വാക്യം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കർത്താവ് സംസാരിക്കുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 47 വരുമ്പോൾ എനിക്ക് സംശയം, കർത്താവ് 47 വാക്യം ഇല്ലാത്തൊരു അധ്യായമാണ് കിട്ടുന്നതെങ്കിലോ, 47-ാമത്തെ ഒരു വാക്യം ഇല്ലായിരിക്കില്ലോ. പക്ഷെ കൃത്യമായിട്ട് 47 എന്നാണ് ദൈവാത്മാവ് ബോധ്യം തന്നെങ്കിൽ ആ അധ്യായത്തിൽ 47 വാക്യം ഉണ്ടാവും. അവിടെ 47 ആയിരിക്കും കറക്റ്റ് സംസാരിക്കുന്നത്, കർത്താവ് നമ്മളോട് ഇടപെടുന്നത്. അപ്പോൾ എപ്പോഴും എനിക്കിതിങ്ങനെ വരും. അപ്പം ഞാനിത് എൻ്റെ മെൻ്റലി ആണോ, ഇത് നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു 7 വെച്ചേക്കുന്നതാണോ, ഈ 7 തന്നെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്? ദൈവമേ, ഞാൻ എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് ഇത് എൻ്റെ മൈൻഡിൽ സെറ്റായി കിടക്കുന്നതാണെങ്കിൽ എനിക്ക് ഇതിൽ നിന്നൊരു വിടുതൽ തന്നെ. കാരണം ഞാൻ പലപ്പോഴും മെസ്സേജ് എടുക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ 7 കാണുന്നു. എന്തെങ്കിലും ഈ നമ്മൾ തമാശയ്ക്ക് പറയുമല്ലോ, ഇനി 7 വല്ല കൂടോത്രമുണ്ടോ കർത്താവേ എന്ന് പറയുന്ന പോലെ ഞാനിങ്ങനെ എപ്പോഴും ചിന്തിക്കും, ഇനി 7 ഞാൻ അതിനകത്ത് ഇങ്ങനെ അടിമപ്പെട്ട് കിടക്കുകയാണോ? ഞാൻ പലപ്പോഴും എന്നിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ ഇത് മാറ്റിയിട്ടുണ്ട്. ഞാനിത് ഒന്ന് മാറിപ്പോവാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് ഈ 7 മൈൻഡിൽ നിന്ന് പോട്ടെ എന്ന് പറഞ്ഞ് ഉള്ള സമയങ്ങളുണ്ട്. പക്ഷെ അവിടെയൊക്കെ എനിക്ക് ഇപ്പോൾ ഒരു ബോധ്യം തരുന്ന ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, വിശുദ്ധിയിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് തിരിച്ചറിയുക. അതായത് എനിക്ക് എവിടെയൊക്കെയോ കുറവുണ്ട്, ഒരുപാട് കുറവുകൾ എനിക്കുണ്ട്. ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന ചില തലങ്ങളിലേക്ക് ഒത്തിരി വളരാനുണ്ട്, ഒത്തിരി പഠിക്കാനുണ്ട്, ഒത്തിരി എത്താനുണ്ട്. അപ്പൊ അവിടേക്ക് എത്തണമെന്ന് ദൈവം ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ പൈതലിലേക്ക് 7ലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ഭൂമി ഒരു മനുഷ്യൻ മൂലം പാപം ചെയ്ത് പാപത്തിന്റെ അടിമയായി ഭൂമി മാറിക്കഴിഞ്ഞപ്പം, ആദാമിക പാപം മൂലം ഭൂമി ശപിക്കപ്പെട്ടപ്പം ഭൂമി 666 സാത്താന്റെ സംഖ്യയുടെ അടിമയായി മാറി. 7 പൂർണ്ണതയാണെങ്കിൽ 6 ആ പൂർണ്ണതയുടെ താഴെ നിൽക്കുക. അതായത് നിന്നെ പൂർണ്ണതയിലേക്ക് വിടത്തില്ല, നിന്നെ ദൈവത്തിലേക്ക് വിടത്തില്ല, നിന്നെ വിശുദ്ധിയിലേക്ക് വിടത്തില്ല, നിന്നെ അന്ധകാരത്തിൽ കെട്ടിയിടുമെന്ന് സാത്താൻ ചലഞ്ച് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് 666. ആ 666ലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ബന്ധിച്ചിടുക. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നിന്നെ 7ലേക്ക് എത്തിക്കാനാ, പൂർണ്ണതയിലേക്ക്, വിശുദ്ധിയിലേക്ക്, ദൈവിക വിശുദ്ധിയിലേക്ക് നിന്നെ എത്തിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മളിപ്പോഴും 666 പെട്ടുകിടക്കുക, അല്ലെങ്കിൽ 6 ആ അടിമത്തത്തിൽ, സാത്താന്റെ ബന്ധനത്തിൽ കിടക്കുക. കർത്താവ് ആഗ്രഹിക്കുന്നത് നിന്നെ ബന്ധനത്തിലിടാനല്ല, പകരം നിന്നെ പൂർണ്ണതയിലേക്ക്, വിശുദ്ധിയിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് നമ്മൾ സമരിയാക്കാരി സ്ത്രീയിൽ നമ്മൾ കാണുന്ന ഒരു വിഷയം. അവിടെ വളരെ വ്യക്തമായിട്ട് സമരിയാക്കാരി സ്ത്രീയുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി ദൈവം കാണുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ സമരിയക്കാരെ കുറിച്ച് നമ്മൾ ആദ്യം പറയുമ്പോൾ നമ്മൾ ആദ്യം വായിക്കേണ്ടത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലാണ് സമരിയക്കാരി സ്ത്രീയെ കുറിച്ച് പറയുന്നതെങ്കിലും 2 രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ 17-ാം അധ്യായം 30-31 വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കണം. അവിടെ വായിക്കുമ്പോഴാണ് ദൈവം കൃത്യമായി ചില മേഖല നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. ആദ്യം സമരിയ സ്ത്രീയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അതിന് 24, 2 രാജാക്കന്മാർ 17-ന്റെ 24 നമുക്കൊന്ന് വായിക്കാം. 2 രാജാക്കന്മാർ അതിന്റെ 17 ഒറ്റ വാക്യം ഇതുവരെ നമ്മൾ വായിച്ചില്ല. സാധാരണ ബൈബിൾ വായിപ്പിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്തോ ദൈവാത്മാവ് ഇങ്ങനെ പോകാൻ പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. 2 രാജാക്കന്മാർ 17-ന്റെ 24. ആമേൻ. ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അതായത് അസീറിയ രാജാവ് ബാബിലോൺ, കുത്ത, ഹവ, ഹമാത്ത്, സെവാർവയും എന്നിടങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ഇസ്രായേലിന് പകരം സമരിയ നഗരത്തിൽ പാർപ്പിച്ചു. അതിന് മുകളിലേക്കൊക്കെ നിങ്ങൾ വായിച്ചു, അതായത് 17-ാം അധ്യായം മുഴുവൻ വായിക്കണം, എന്നാലേ ഇതിൻ്റെ ആശയം മനസ്സിലാകത്തുള്ളൂ. ആരാണ് സമരിയക്കാർക്ക് എന്ത് സംഭവിച്ചു? പാപം ചെയ്ത ജനത്തെ ദൈവം എന്ത് ചെയ്തു? വീണ്ടെടുക്കാൻ ദൈവം ആഗ്രഹിക്കുക. ഈ പാപം ചെയ്ത് തിന്മ ചെയ്ത് പൂർണ്ണമായി തിന്മ ചെയ്തപ്പം ദൈവം അവരെ കൈവിട്ടു. അത് 17-ാം അധ്യായത്തിന്റെ മുകളിലൊക്കെ കാണുന്നുണ്ട്. അവർ പാപം ചെയ്തതിന്റെ ഫലമായി വിജാതീയ രാജാവ്, അസീറിയ രാജാവ് വന്ന് അവിടെ ഉണ്ടായിരുന്ന ജനത്തെ അടിമത്തത്തിലാക്കി, അവിടെ ഉണ്ടായിരുന്ന ജനത്തെ കൊണ്ടുവന്ന് മറ്റ് അസീറിയ രാജാവിന്റെ കീഴിലുള്ള ദേശങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. അതിനുശേഷം അസീറിയ രാജാവിന്റെ കീഴിൽ ഉള്ള ഈ പറയുന്ന കുത്ത, അവ, ഹമാത്ത്, സെവാർവയും ഈ ബാബിലോൺ എന്നീ ദേശങ്ങളിൽ നിന്നുള്ള ജനത്തെ കൊണ്ടുവന്ന് ഈ പറയുന്ന സമരിയയിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അതായത് ഒരു മിക്സഡ് ആക്കി ജനത്തെ.
അവിടെ ഉണ്ടായിരുന്ന ജനത്തെ ഇവിടെ കൊണ്ടുവന്നു, ഇവിടെ ഉണ്ടായിരുന്ന ജനത്തെ അവിടെ കൊണ്ടുപോയി പാർപ്പിച്ചു. ഇങ്ങനെ ജനത്തെ മിക്സാക്കി തകർത്ത് കളഞ്ഞു, ഇല്ലാതാക്കി കളഞ്ഞു. യേശുവിന്റെ കാലത്ത് നമുക്കറിയാം സമരിയ ശപിക്കപ്പെട്ടൊരു ഇതായിട്ടാണ് യൂദയ കാണുന്നത്. അതുകൊണ്ട് യേശു സമരിയയിലൂടെ കടന്നു പോകുന്നത് പോലും യഹൂദർക്ക് അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് ഭയമായിരുന്നു. യേശു പോകുമ്പം, യേശു ജെറുസലേമിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ യേശുവിനെ കല്ലെടുത്തെറിയുകയും തുപ്പുകയും ചെയ്യുന്ന ജനത്തെ കാണാൻ പറ്റും. ശിഷ്യന്മാരുടെ മുഖത്ത് തുപ്പുന്ന ജനത്തെ കാണാൻ പറ്റും. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കണ്ടുവരുമ്പം അതിന്റെ 31 വാക്യം മുതൽ 30-31 ബാബിലോൺകാർ സുക്കോത്ത് ബെനോത്തിനെയും കുദ്ദേശക്കാർ നെർഗാലിനെയും ഹമാത്യർ അഷിമായെയും അവ്വക്കാർ നിബ്ബാസ് താർസാക് എന്നിവരെയും ഉണ്ടാക്കി. സെവാർവയിംകാർ തങ്ങളുടെ ദേവന്മാരായ അദ്രിമലക്കിനെയും അനമലക്കിനെയും സ്വന്തം മക്കളെ അഹൂതി ചെയ്തു. ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു 5 പ്രധാനപ്പെട്ട ദേവന്മാരെ കുറിച്ച് നമുക്കവിടെ കാണാൻ പറ്റും. 5 പ്രധാനപ്പെട്ട ദേവന്മാർ, അതായത് ബാബിലോൺകാർ ആരാധിച്ചുകൊണ്ടിരുന്ന സുക്കോത്ത് ബെനോത്ത് എന്ന് പറയുന്ന ഒരു ദേവൻ, അതുപോലെ കുദ്ദേശക്കാർ ആരാധിച്ചുകൊണ്ടിരുന്ന നെർഗാൽ എന്നൊരു ദേവൻ, ഹമാത്യർ ആരാധിച്ചുകൊണ്ടിരുന്ന അഷിമ എന്നൊരു ദേവൻ, അവ്വക്കാർ ആരാധിച്ചുകൊണ്ടിരുന്ന നിബ്ബാസ് താർത്താക് എന്ന 2 ദേവീ ദേവന്മാരെ നമുക്കവിടെ കാണാം. സെവാർവയിംകാർ ആരാധിച്ചുകൊണ്ടിരുന്ന അദ്രിമലക്കിനെയും അനമലക്കിനെയും നമുക്ക് കാണാം. ഇങ്ങനെ പ്രധാനപ്പെട്ട 5 പ്രധാനപ്പെട്ട സ്ഥലങ്ങളെയാണ് അവിടെ നിന്ന് വന്ന ദൂതൻ, അവരുടെ ദേവന്മാർ, ദേവിമാർ, അവരെന്ത് ചെയ്തു? ഇസ്രായേൽ ജനം ആരാധിച്ചു. അവർക്ക് വേണ്ടി ആലയം പണിതു, അവർക്ക് വേണ്ടി വിഗ്രഹത്തെ നിർമ്മിച്ചു, അവർക്ക് വേണ്ടി പൂജാഗിരികൾ ഉണ്ടാക്കി, അവർക്ക് വേണ്ടി പൂജകൾക്ക് വേണ്ടി ആളുകളെ നിയമിച്ച് പൂജകൾ നടത്തി. ഈ വിഗ്രഹങ്ങളെ വെച്ച് പൂജിച്ചു. എന്നിട്ട് 32 വാക്യം പറയുകയാണ്, അവർ കർത്താവിനോടും ഭക്തി കാണിച്ചു, തങ്ങളിൽ നിന്നും എല്ലാ തരത്തിലും പെട്ട പൂജാഗിരികളിൽ പുരോഹിതന്മാരെ നിയമിച്ചു, അവർ പൂജാഗിരികളിൽ ബലിയർപ്പിച്ചു. ഉമ്മര് മാന്യന്മാരാ. അതായത് ഈ പറയുന്ന 5 ദേശത്ത് നിന്ന് സകല ദേവന്മാരെ ഒരു കെട്ടിപ്പിടിച്ചു, അവരെ ഉമ്മ വെച്ചു, അവരെ ആരാധിച്ചു, അവർക്കുള്ള പൂജകളും നടത്തി, എല്ലാ പരിപാടിയും നടത്തി, എല്ലാവന്മാരെ സ്വന്തമാക്കി, എല്ലാവർക്കുള്ള പൂജ നടത്തി. പക്ഷെ അവന്മാര് മാന്യന്മാരാ. കാരണം എന്താ? അവർ കർത്താവിനോടും ഭക്തി കാണിച്ചു. നമ്മളിപ്പോൾ കാണിക്കുന്ന പോലെയൊക്കെ തന്നെ. അതായത് ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ തോമാസ് ലീഹ മാർക്കം കൂടിയതാണ്, അല്ലെങ്കിൽ തോമാസ് ലീഹ മാമോദിസ മുക്കിയതാണ് ഞങ്ങളുടെ പൂർവികര്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാം വേണം, എല്ലാം സ്വന്തമാണ്, ഞങ്ങൾക്ക് ഇതൊക്കെ വേണം, ഒന്നിനെ ഞങ്ങൾ അങ്ങനെ കളയാനൊന്നും താല്പര്യമില്ല, ഇതൊക്കെ ഞങ്ങൾക്ക് വേണം. ഈ രീതിയിൽ അവരെന്ത് ചെയ്തു? അവര് 5 പ്രധാനപ്പെട്ട ദേശത്ത് നിന്ന് ദൂതന്മാരെ, ആ ദേവന്മാരെ, ആ പറയുന്നവരെ, അവര് വിഗ്രഹങ്ങളെ നിർമ്മിച്ച് അവരെ ആരാധിച്ചു. അതോടൊപ്പം ഒരു കർത്താവിനെയും ആരാധിച്ചു. ഇനി നമ്മൾ നേരെ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പം 16 മുതൽ നമുക്ക് വായിക്കാം. അവൻ പറഞ്ഞു, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക, എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു. യേശു അവളോട് പറഞ്ഞു, സമരിയാക്കാരി സ്ത്രീയാണ് യേശുവോട് സംസാരിക്കുന്നത്. അപ്പൊ സമരിയാക്കാരി സ്ത്രീയോട് യേശു പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവേ അല്ല. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു. ആരൊക്കെയാണ്? സുക്കോത്ത് ബെനോത്ത് ഉണ്ടായിരുന്നു, നെർഗാൽ ഉണ്ടായിരുന്നു, അഷിമ ഉണ്ടായിരുന്നു, നിബ്ബാസ് ഉണ്ടായിരുന്നു, ഈ അദ്രമലേക്കും അനാമലേക്കും. ഇങ്ങനെ 5 ദേശക്കാരുടെ വിഗ്രഹങ്ങളും ആ പറയുന്ന അവരുടെ ദേവന്മാരും നിനക്കുണ്ടായിരുന്നു. പക്ഷെ ഇവർക്കൊന്നും നിന്നെ രക്ഷിക്കാൻ പറ്റിയില്ല. ഇവരെല്ലാം നിന്നെ എന്ത് ചെയ്തു? കൈവിട്ടു. ഇനി 6ാമത് നീ ഒരുവനെ കൂടെ നടത്തി, അവൻ നിന്റെ ഭർത്താവുമല്ല. നീ 6ാമതൊരുവൻ എന്ത് ചെയ്തു? നീ 5 സമാധാനമില്ലാതെ, 5 നിനക്ക് സന്തോഷമില്ലാതെ, ഈ 5 തൃപ്തി വരാതെ നീ ഒരു 6ാമനെ കണ്ടെത്തി. പക്ഷെ 6ാമനിലും നിനക്ക് എന്തില്ല? നിനക്ക് സന്തോഷമില്ല, തൃപ്തിയില്ല, നിനക്ക് അതിനകത്ത് ഓക്കെ അല്ല. നീ അങ്ങനെ 5 ഭർത്താക്കന്മാരും കർത്താവിനെ നീ കൂടെ വെച്ചാൽ നീ ഒരിക്കലും തൃപ്തിയാവത്തില്ല. നീ എന്ത് ചെയ്യണം? നിന്റെ വിഗ്രഹങ്ങളെ നീ മാറ്റണം, നിന്റെ തിന്മകളെ നീ ഉപേക്ഷിക്കണം. നിന്റെ സകല തിന്മകളെ നീ എന്ന് ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു, അപ്പോൾ ദൈവം നിന്നെ കരുതും, ദൈവത്തിന്റെ കരുതൽ നിന്റെ കൂടെ ഉണ്ടാകുമെന്നാണ് സമരിയാക്കാരി സ്ത്രീയോട് കർത്താവ് പറഞ്ഞത്. സമരിയാക്കാരി സ്ത്രീയോട് കർത്താവ് പറയുന്നുണ്ട്, ആത്മാവിൽ ആരാധിക്കണം, വിഗ്രഹത്തിൽ ആരാധിക്കരുത്. അതായത് 24-ാം വാക്യം 4:24 പറയുന്നു, അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്, അങ്ങനെ ആരാധിക്കുന്നവരെ തേടിയാണ് ദൈവം വരുന്നത്. ഇത് കഴിഞ്ഞ് ഈ സമരിയാക്കാരി സ്ത്രീ, നിങ്ങൾ ശ്രദ്ധിച്ച്, 5 ഭർത്താക്കന്മാരിൽ അവൾക്ക് തൃപ്തി പറ്റിയില്ല.
ആറാമതൊരെണ്ണം അതിലുമില്ല. പക്ഷെ ഏഴാമത് അവൾ ഒരുവനെ കണ്ടു. ആറെണ്ണത്തെ കാണാതെ വന്നപ്പം ഏഴാമത്തെ ഒരു വ്യക്തിയെ അവൻ കണ്ടു. അതാ കർത്താവായ യേശു ക്രിസ്തു കണ്ടെത്തിയ യഥാർത്ഥ ഏഴാമൻ. 6 പേരിലും അവൾക്ക് യാതൊരു തൃപ്തി ഉണ്ടായിരുന്നില്ല. പക്ഷെ വളരെ കൃത്യമായി ഏഴാമത്തെ വ്യക്തിയെ അവൾ കണ്ടു. ആ വ്യക്തിയെ കുറിച്ച് ഈ മെസ്സേജ് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഈ സ്ത്രീ തിരിച്ച് യേശുവിനെ സ്വീകരിക്കുന്നത് നമുക്ക് കാണാം. അല്ലയോ പ്രവാചക എന്ന് വിളിച്ചിട്ടാണ് യേശുവിനെ സ്വീകരിക്കുന്നത്. അല്ലയോ പ്രഭോ എന്ന് വിളിച്ചിട്ടാണ് യേശുവിനെ സ്വീകരിക്കുന്നത്. അതിനുശേഷം യേശുവിൽ നിന്നും ഈ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞ് 4:29 നമ്മൾ വായിക്കുന്നത് എങ്ങനെയാ? ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞൊരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ. ഇവൻ തന്നെയായിരിക്കുമോ ക്രിസ്തു? ഇവനായിരിക്കുമോ മണവാളൻ? ഇവൻ തന്നെയാണ് നമ്മുടെ കർത്താവ്, നമ്മുടെ മിശിഹ എന്ന് ജനത്തോട് സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു സമരിയാക്കാരിയെ നമുക്ക് കാണാൻ പറ്റും. കാരണം തൃപ്തിയില്ലാത്ത 6 പേരെ അവൾ എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. ഏറ്റവും ശക്തനായ, ഏറ്റവും പൂർണ്ണതയിലുള്ള, ഏറ്റവും വിശുദ്ധിയിലുള്ള, സമ്പൂർണതയുടെ ദൈവത്തിന്റെ ശക്തിയായവനെ ഇതാ സമരിയാക്കാരി കണ്ടു. 6 വ്യാജ ആശ്രയങ്ങളെ അവൾ മാറ്റി. യഥാർത്ഥ മണവാളനെ, ഏഴാമനായ ക്രിസ്തുവിനെ അവൾ കണ്ടുമുട്ടി. ബാക്കി എല്ലാത്തിനും അവൾ ഉപേക്ഷിച്ചു. യഥാർത്ഥ മണവാളനെ അവൾ ഏറ്റെടുത്തു. ഇതാ കർത്താവ് നമുക്ക് തരുന്ന ഒരു മെസ്സേജ്. നമുക്ക് ആദ്യം ഈ സമരിയാക്കാരിയുടെ സ്ത്രീയുടെ സംഭവം വായിക്കുമ്പം വൃത്തിയിട്ടവള് എന്നാ പിശാച് പിടിച്ച സാധനം അല്ലെ? നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് ഇതെന്ത് സാധനം അത്? 5 ഭർത്താക്കന്മാര്, എന്നിട്ട് അത് തൃപ്തി വരാതെ അതും കഴിഞ്ഞ് അവൾ 6ാമത്തിനെ പിടിച്ചേക്കണം. എന്താ പറയാ, ചെകുത്താനോ പിശാചോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും. എനിക്ക് ആദ്യം തോന്നിയ ചിന്ത അതൊക്കെയാ, ഇത് എന്ത് സാധനം അത്. പക്ഷെ കർത്താവ് ഈ സമരിയാക്കാരി സ്ത്രീയെ മാത്രമല്ല, സമരിയാക്കാരി സ്ത്രീയെ വെച്ചുകൊണ്ട് സമരിയായെ മുഴുവൻ പറയുകയാണ്. ആ സമരിയായെ മാത്രമല്ല, ഇന്ന് നമ്മളെയും കൂടെയാ ദൈവ പൈതലെന്ന്, ദൈവത്തെ ആരാധിക്കുന്നുവെന്ന്, ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്ന നമ്മൾ ഓരോരുത്തരോടാ പറയുന്നേ. നിന്റെ 1ാം സ്ഥാനം ക്രിസ്തുവിനാണോ? നിന്റെ 1ാം സ്ഥാനം ദൈവത്തിനാണോ? അതോ നീ ആശ്രയിക്കുന്ന ഈ പറയുന്ന ഓരോരോ ബാബിലോൺകാരെ ആശ്രയിച്ചു കൊണ്ടിരുന്ന സുക്കോത്ത് ബെനോത്തിനെയാണോ നീ ആശ്രയിക്കുന്നത്? കുദ്ദേശക്കാർ അവരാശ്രയിച്ചിരുന്ന നെർഗാലിനെയാണോ നീ ആശ്രയിക്കുന്നത്? അതെയോ അനാമെലേക്കിനെയാണോ നീ ആശ്രയിക്കുന്നത്? അതെയോ അദ്രമേലേക്കിനെയാണോ നീ ആശ്രയിക്കുന്നത്? അതെയോ മറ്റു ഏതെങ്കിലും ഒന്നിനെയാണോ നീ ആശ്രയിക്കുന്നത്? അതെയോ കർത്താവായ യേശു ക്രിസ്തുവിനാണോ നീ ആശ്രയിക്കുന്നത്? നമ്മുടെ പ്രതിസന്ധിയിൽ, നമ്മുടെ പ്രതികൂലങ്ങളിൽ നീ ദൈവത്തെ ആശ്രയിച്ചാൽ ദൈവം നൽകുന്നൊരു വിടുതലുണ്ട്, ദൈവം നൽകുന്നൊരു വീണ്ടെടുപ്പുണ്ട്. അവനിൽ ആശ്രയിക്കേണ്ട യഥാർത്ഥ ആശ്രയം ക്രിസ്തുവായിരിക്കണം. നമ്മൾ കണ്ടെത്തിയ മറ്റെല്ലാത്തിനെയും നമുക്ക് മാറ്റിവെക്കാം. യേശുവിനെ കണ്ടെത്തിയാൽ പിന്നെ മറ്റൊന്നും നമുക്ക് വേണ്ട. യേശുവിനെ കാണാത്തവൻ, യേശുവിനെ അറിയാത്തവൻ, യേശുവിനെ കണ്ടെത്താത്തവനാ മറ്റു പലതിൻ്റെയും പിന്നാലെ പോകുന്നത്. പൂർണ്ണതയെ കണ്ടെത്തിയവൻ പിന്നെ മറ്റൊന്നിൻ്റെ പിന്നാലെ പോകത്തില്ലെന്നേ. പിന്നെ വേറൊന്നിൻ്റെ പിന്നാലെ നമുക്ക് പോകാൻ പറ്റത്തില്ല. യേശുവിനെ കണ്ടാൽ പിന്നെ ഒന്നിൻ്റെ പുറകെ പോകത്തില്ല. അനുഗ്രഹത്തിനോ വിശുദ്ധീകരണത്തിനോ രക്ഷയ്ക്കോ മറ്റേതെങ്കിലും സൗഖ്യം കിട്ടുന്നതിനോ സമാധാനം ഒന്നിനും മറ്റൊരുത്തൻ്റെ മുമ്പിൽ പോകത്തില്ല. യേശുവിൻ്റെ മുമ്പിലേ പോകത്തുള്ളൂ. അതാ ഇവിടെ കർത്താവ് പറഞ്ഞ യഥാർത്ഥ മണവാളനായ ക്രിസ്തു. നമ്മൾ നോക്കിയ ഉൽപ്പത്തി പുസ്തകം മുതൽ കിടക്കുക. ദൈവം ആഗ്രഹിക്കുന്ന എന്തുവാ? ദൈവം ഒറ്റ കാര്യം ആഗ്രഹിക്കുന്നുള്ളൂ. നീ നിന്റെ 6നെ ഉപേക്ഷിക്കണം, 666 ഉപേക്ഷിക്കണം, സാത്താന്റെ അടിമത്തത്തെ ഉപേക്ഷിക്കണം, പിശാചിന്റെ അടിമത്തം മൂലം, പാപം മൂലം ഈ ലോകത്ത് വന്നിരിക്കുന്ന സകല വിഗ്രഹങ്ങളെയും, സകല ദേവന്മാരെയും, സകല ശക്തികളെയും, സകല ആശ്രയങ്ങളെയും നീ ഉപേക്ഷിക്കണം. നിന്റെ ഏകാശ്രയം ക്രിസ്തുവായി മാറണം. 7ാം മാസത്തിലെ വിശുദ്ധീകരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ, നമ്മുടെ ചിന്തകളുടെ, നമ്മുടെ പൂർണ്ണതയിലേക്ക് നമ്മളെ എത്തിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാ. ക്രിസ്തുവിലേക്ക് എത്തുമ്പോഴാണ് നീ പൂർണ്ണതയിലേക്ക്, വിശുദ്ധിയിലേക്ക്, യേശുവിലേക്ക് എത്തുന്നത്. നമ്മൾ നോക്കി ഈ ഒരു യോഹന്നാന്റെ സുവിശേഷത്തില് നമ്മളവിടെ കാണുന്നുണ്ട്, യേശു അവളോട് സംസാരിച്ച് ഇതെല്ലാം കഴിഞ്ഞ് ശിഷ്യന്മാർ തിരിച്ചെത്തി. 27ാം വാക്യം വായിക്കുമ്പോൾ അവന്റെ ശിഷ്യന്മാർ തിരിച്ചെത്തി. അവർ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. എന്നാൽ എന്ത് ചെയ്യുന്നെന്നോ എന്തുകൊണ്ട് അവളോട് സംസാരിക്കുന്നെന്നോ ആരും അവനോട് ചോദിച്ചില്ല. ആ സ്ത്രീ ആകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോവുകയും ചെയ്തു. അതായത് ഒരു വാക്കുപോലും യേശുവിനോട് ഇവർ ചോദിക്കുന്നില്ല. അല്ല കർത്താവേ, എന്തായിരുന്നു ആ സ്ത്രീയായിട്ട് സംസാരിച്ച്? ഒന്നും പറഞ്ഞില്ല. അവളോട് ചോദിച്ചില്ല, നീ എന്താ ഞങ്ങളോട് യേശുവിനോട് പറഞ്ഞേ എന്ന് അവളോട് ചോദിച്ചില്ല. പിന്നെ എങ്ങനെ യോഹന്നാൻ ഈ വിഷയം അറിഞ്ഞു? ഈ സമരിയാക്കാർ സ്ത്രീയോട് പറഞ്ഞ
അവളുടെ 5 ഭർത്താക്കന്മാരുടെ കാര്യം, അവൾ 5 പേരെ ഉപേക്ഷിച്ച് 6-ാമനെ പ്രാപിച്ച കാര്യം, അവളോട് പറഞ്ഞ പേഴ്സണൽ മെസ്സേജ്, അവളോട് മാത്രം പറഞ്ഞ ഒരു കൗൺസിലിംഗ് രഹസ്യം, ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ കുമ്പസാര രഹസ്യം എന്നൊക്കെ പറയുന്ന പോലെ. കുമ്പസാര രഹസ്യം നമുക്കറിയാം, ഒരിക്കലും പുറത്ത് പറയാൻ പറ്റത്തില്ല, പുറത്ത് പറയാൻ പാടില്ല. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട കുമ്പസാര രഹസ്യം പോലെ യേശുവിനോട് മാത്രം പറഞ്ഞ കാര്യം പിന്നെ യോഹന്നാൻ എങ്ങനെ അറിഞ്ഞു? യോഹന്നാൻ അറിയാൻ ഒറ്റ വഴിയേ ഉള്ളൂ. യേശു ഒരിക്കലും ഈ രഹസ്യം പറയാൻ ഒരു വഴിയില്ല. കാരണം യേശു അങ്ങനെ പറയാൻ വഴിയുണ്ടെങ്കിൽ ശിഷ്യന്മാരെ മാറ്റാൻ ചാൻസ് ഇല്ല. കാരണം ശിഷ്യന്മാരെ നിങ്ങൾ പട്ടണത്തിൽ പോയി ഭക്ഷണം വാങ്ങിക്കൊണ്ട് വരുവിൻ എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ പറഞ്ഞു അയച്ച യേശുവാ. ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരും, എനിക്ക് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ യേശു അവരെ ഒഴിവാക്കിയതാ. പിന്നെ എങ്ങനെ യേശു അവരോട് പറയും? യേശു ഒരിക്കലും പറയില്ല. അപ്പൊ പിന്നെ യോഹന്നാനോട് ആര് പറഞ്ഞു? ഒറ്റ വഴിയേ ഉള്ളൂ. സമരിയാക്കാരി സ്ത്രീ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ വന്നു, യേശുവിന്റെ പിന്നാലെ നടന്നു, യേശുവിന്റെ സുവിശേഷം പറഞ്ഞു, ക്രിസ്തുവിനെ കുറിച്ച് ശക്തമായി പ്രബോധനം നൽകി. അവളുടെ സുവിശേഷ പ്രസംഗത്തിൽ അവളുടെ സാക്ഷ്യം പറഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ സാക്ഷ്യങ്ങളിൽ പറയാവുന്ന പോലെ ഞാനൊരു മുഴുകുടിയനായിരുന്നു, ഞാനൊരു മുഴുമദ്യപാനിയായിരുന്നു. എന്നാൽ കർത്താവ് എന്നെ വീണ്ടെടുത്തു, ദൈവം എന്നെ വിശുദ്ധീകരിച്ചു. പാപിയും ഏഴയുമായ എന്നെ, സകലത്തിന്റെ പിന്നാലെ പോയ എന്നെ, പാപത്തിന്റെ പിന്നാലെ, പാപത്തിന്റെ അടിമയായിരുന്ന എന്നെ ദൈവം വീണ്ടെടുത്തു എന്ന് പല സ്റ്റേജുകളിലും നമ്മൾ തുടരെ പറയുന്നത് പോലെ തന്നെ സമരിയാക്കാരി സ്ത്രീ അവളുടെ സാക്ഷ്യം പറയുമ്പോൾ പറഞ്ഞു, എൻ്റെ ജീവിതം വഴിവിട്ടതായിരുന്നു, എൻ്റെ ജീവിതം മോശമായിരുന്നു, എന്നാൽ പൂർണ്ണതയുള്ളവനെ ഞാൻ കണ്ടു, പൂർണ്ണതയുള്ള ഒരു സംഖ്യയായ 7-ാമനെ ഞാൻ കണ്ടു. 6 ഞാൻ ഉപേക്ഷിച്ച് ആ 7-ാമിലേക്ക് ഞാൻ തിരിഞ്ഞു. എനിക്ക് മനസ്സിലായി, ഈ 6-ലും പൂർണ്ണതയില്ല, ഈ 6-ലും എനിക്ക് തൃപ്തിയില്ല, 6-ഉം എനിക്കൊന്നുമല്ല, എനിക്കൊന്നും തരാൻ കഴിയാത്തതാ ഇത് മുഴുവൻ. പക്ഷേ പൂർണ്ണതയുള്ള ഒരുവനെ ഞാൻ കണ്ടുമുട്ടി. അവനെ കണ്ടുമുട്ടിയതിൻ്റെ പിന്നാലെ പിന്നെ ഞാൻ ഒന്നിൻ്റെയും പുറകെ പോയില്ല. പിന്നെ എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് ഒരു കാര്യം മാത്രം മതി, എൻ്റെ യേശു മാത്രം മതി. അത് അവൾ അഭിമാനമായി പറഞ്ഞു. എൻ്റെ അഭിമാനം ഇന്ന് ഞാൻ കണ്ടെത്തിയ 7-ാമനാണ് എന്ന് അവളുടെ പ്രസംഗങ്ങളിൽ, അവളുടെ സാക്ഷ്യങ്ങളിൽ അവൾ വിളിച്ചു പറഞ്ഞു. അതാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ അത് വ്യക്തമായി വെളിപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് എത്ര പേരാ കർത്താവിനെ കണ്ടുമുട്ടുന്നു? എൻ്റെ യേശുവിനെ കണ്ടുമുട്ടിയവർ. ആ യേശുവിനോട് ചേർന്ന് കഴിഞ്ഞാൽ ഈ മാസം, നമുക്കറിയാം ഇത് 7-ാമത്തെ മാസം, ജൂലൈ മാസം, നമ്മൾ വിശുദ്ധിക്ക് വേണ്ടിയിട്ട്, അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു മാസമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു മാസം. നമ്മുടെ എല്ലാ വ്യാജബന്ധങ്ങളിൽ നിന്നും, എല്ലാ ബലഹീനതകളിൽ നിന്നും ഒരു വിടുതൽ പ്രാപിച്ച് 7-ാമനായ ജീവന്റെ ഉറവയായ ക്രിസ്തുവിൽ നിന്നും, ജീവന്റെ ഉറവയിൽ നിന്നും നമുക്ക് ജീവജലം കുടിച്ച് ആ പൂർണ്ണതയെ അനുഭവിച്ചറിയുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു മാസമാണ്. എനിക്കറിയാം, ഏകദേശം 120 ID ഇന്നിപ്പോൾ ഉപവാസ പ്രാർത്ഥനയിലുണ്ട്. നമ്മളെല്ലാം ഈ പൂർണ്ണതയിലേക്ക് ആഗ്രഹിക്കുന്നവരാണ്, പൂർണ്ണതയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവരാണ്. ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ ഒരുക്കട്ടെ. ഈ മാസം 21 ദിവസം നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി കർത്താവിനോട് കൂടെ ആയിരിക്കുമ്പം ക്രിസ്തുവിൽ പൂർണ്ണത പ്രാപിക്കുവാൻ, യേശുവിൽ ശക്തിയോടെ മുന്നോട്ട് പോകുവാൻ, പൂർണ്ണതയെ, കർത്താവിൻ്റെ പൂർണ്ണതയെ അനുഭവിച്ചറിയുവാൻ, എൻ്റെ മണവാളനെ കാണുവാൻ, ക്രിസ്തു എന്ന മണവാളനെ ചേർത്ത് പിടിക്കുവാൻ. മറ്റൊന്നും വേണ്ടപ്പ, മറ്റൊന്നിലും എനിക്ക് ആശ്രയമില്ല, എനിക്കിനി എൻ്റെ കർത്താവ് മതി, മറ്റൊന്നും എനിക്ക് വേണ്ടെന്ന് പറയുവാൻ തക്കവണ്ണം യേശുവേ, നിന്റെ കാൽപാദത്തിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച്, കഴിയുമെങ്കിൽ നമ്മുടെ 2 കരവും കർത്താവിൻ്റെ സന്നിധിയിൽ നീട്ടിപ്പിടിക്കാം. ഇസ്രായേൽ ജനം കർത്താവിൻ്റെ സന്നിധിയിൽ തൻ്റെ പാപപരിഹാര ബലി അർപ്പിച്ചുകൊണ്ടിരുന്ന യോം കിപ്പൂർ മാസം, ആ യോം കിപ്പൂർ തിരുനാൾ ആഘോഷിച്ച, ഞങ്ങൾ പാപികളാണ് ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളുടെ പാപത്തിന്റെ പരിഹാരമായി ഈ നിഷ്കളങ്കമായ ആടിന്റെ രക്തം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളിതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രധാന പുരോഹിതൻ തനിക്ക് വേണ്ടിയും ജനത്തിന് വേണ്ടിയും പാപപരിഹാര ബലി അർപ്പിച്ച ആ 7-ാം മാസം, കർത്താവേ, ഞങ്ങൾ ഇന്നായിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾ ഏറ്റുപറയുന്നു. അവിടുന്ന് ഞങ്ങളെ വിശുദ്ധിയിലേക്ക്, പൂർണ്ണതയിലേക്ക്, ദൈവിക പൂർണ്ണതയിലേക്ക്, ദൈവിക വിശുദ്ധിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ. സമരിയാക്കാരി സ്ത്രീയെ പോലെ ഇന്നലെ വരെ ഞങ്ങൾ കണ്ട അപൂർണതകളെ ഞങ്ങൾ ഇന്ന് മാറ്റുകയാണ്. ഇന്നലെ വരെ ഞങ്ങൾ ആശ്രയിച്ച ഞങ്ങളുടെ അപൂർണതകളെ ഞങ്ങൾ ഇന്ന് തള്ളിക്കളയുകയാണ്. ഇന്നലെ വരെ ഞങ്ങളുടെ മുൻപിൽ കണ്ട, ഞങ്ങൾ ആശ്രയിച്ചു കൊണ്ടിരുന്ന സകലത്തെയും ഞങ്ങൾ ഉപേക്ഷിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് കർത്താവിൽ ആശ്രയിക്കുക, ഞങ്ങൾ ഇന്ന് ദൈവത്തിൽ ആശ്രയിക്കുക. കർത്താവെ, പൂർണ്ണതയുള്ളവരെ ഞങ്ങൾ കണ്ടുമുട്ടിയിരിക്കുന്നു. സമരിയാക്കാരി കണ്ടതുപോലെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ട ഒരു പൂർണ്ണതയുള്ളവരെ ഞങ്ങൾ കണ്ടുമുട്ടിയിരിക്കുന്നു. കർത്താവെ, നീ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
പൂർണ്ണതയുള്ള നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആത്മാവിലും സത്യത്തിലും നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ആ ആരാധന ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പിതാവേ. ഇന്ന് ഞങ്ങൾ മറ്റൊന്നിലും ആശ്രയിക്കുന്നില്ല കർത്താവേ, നിന്നിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഈ മാസം ഞങ്ങളുടെ സകല പാപങ്ങളെയും ശാപങ്ങളെയും ബന്ധനങ്ങളെയും കർത്താവ് ഇവിടുന്ന് കഴുകണമേ. നിന്നിൽ ആശ്രയിക്കുന്നവൻ ഒരു നാളും ഭഗ്നാശനാകത്തില്ലെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. ഒരു കാലത്ത് പാപത്തിൽ വീണു, ഒരു ഭാഗത്ത് ചേറ്റിൽ വീണ് കിടന്ന ഞങ്ങളെ നിന്റെ മാറോട് ചേർത്ത് വെക്കുന്ന തരത്തിൽ അത്രത്തോളം സ്നേഹം നീ ഞങ്ങളോട് കാണിച്ചു. യേശുവേ, യോഹന്നാൻ നിന്റെ മാറോട് ചേർന്ന് കിടക്കുമ്പോൾ അവൻ അനുഭവിച്ച സ്നേഹമുണ്ട്, അവൻ അനുഭവിച്ച കരുതലുണ്ട്, അവൻ അനുഭവിച്ച ഒരു വലിയ ശക്തിയുണ്ട്. പത്മോസ് ദ്വീപിൽ അവൻ ഒറ്റയ്ക്കായിരുന്നപ്പോ, ആരുമില്ലാതിരുന്നപ്പോ, ഒരു മനുഷ്യന്റെ വാക്ക് പോലും ആശ്വാസമായി ഇല്ലാതിരുന്നപ്പോ, ഒരു ആശ്രയം പോലും ഇല്ലാതിരുന്നപ്പോ, ഒരു മനുഷ്യൻ പോലും ഒരു നല്ല വാക്ക് പറഞ്ഞ് അല്ലയോ യോഹന്നാനെ നീ ക്രിസ്തുവിന് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്ന് പറഞ്ഞ് ഒരു അഭിമാനം പോലും കൊടുക്കാൻ ഇല്ലാതിരുന്നപ്പോ, അവൻ ഒറ്റയ്ക്കിരുന്നപ്പോ കർത്താവ് അവിടെ ഇറങ്ങി വന്ന് അവനെ മാറിൽ ചേർത്ത് കിടക്കുന്നത് ഞങ്ങൾ വചനത്തിൽ വായിക്കുക. വെളിപാട് പുസ്തകത്തിൽ യേശുവേ, വെളിപാട് പുസ്തകം വായിക്കുമ്പോൾ അതിന് 1-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുക, കർത്താവിന്റെ ദിനത്തിൽ ആത്മാവിൽ ലയിച്ചിരിക്കെ ഇതാ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന യോഹന്നാനെ കാണുകയാണ്. അല്ലയോ യോഹന്നാനെ, നീ അവന്റെ മാറിൽ ചാരിക്കിടന്നപ്പോ അനുഭവിച്ച സന്തോഷവും സുഖവും നിന്റെ ജീവിതകാലം മുഴുവൻ നീ അനുഭവിച്ചു. ലോകം നിന്നെ വേർതിരിച്ചപ്പോഴും, ലോകം നിന്നെ വേണ്ടെന്ന് പറഞ്ഞപ്പോഴും, ലോകം നിന്നെ തള്ളിയപ്പോഴും നിനക്ക് ആ തള്ളൽ ഒരു പ്രതിസന്ധി ആയിരുന്നില്ല, നിനക്ക് ആ ഒറ്റപ്പെടൽ ഒരു പ്രശ്നമായിരുന്നില്ല. നിന്റെ ഒറ്റപ്പെടലിലും നീ ദൈവത്തിൽ ആശ്രയിച്ചു എന്ന വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത്. കർത്താവിന്റെ ദിനത്തിൽ ആത്മാവിൽ ലയിച്ചിരിക്കുന്ന ഒരു യോഹന്നാനെയാണ് ഞങ്ങൾ കാണുന്നത്. കർത്താവ് ഇന്ന് പലപ്പോഴും ഞങ്ങളെ ലോകക്കാർ തള്ളുമ്പോ, ഞങ്ങളുടെ മക്കളൊരു വേദനിപ്പിക്കുന്ന വാക്ക് ഞങ്ങളോട് പറയുമ്പോ, ഒരുപക്ഷെ ഭർത്താവോ ഭാര്യയോ മാതാപിതാക്കളോ ഒരു വേദനിപ്പിക്കുന്ന വാക്ക് ഞങ്ങളോട് പറയുമ്പോ, അയ്യോ ഞങ്ങളോട് എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിക്കുന്നവരാ ഞങ്ങൾ പലപ്പോഴും. എന്നാൽ യോഹന്നാനെ, നിന്നെ പത്മോസിൽ ഒറ്റപ്പെടുത്തിയപ്പോഴും, അവിടെ ഉണ്ടായിരുന്ന വന്യമൃഗങ്ങളുടെ ഇടയിൽ നിന്നെ ഒറ്റപ്പെടുത്തിയപ്പോഴും നീ ഒരു വാക്ക് പോലും സംസാരിക്കാതെ, ദൈവത്തോട് പരാതി പറയാതെ ആത്മാവിൽ ലയിച്ചിരിക്കുന്ന യോഹന്നാനെയാണ് ഞങ്ങൾ കാണുന്നതെങ്കിൽ കർത്താവ്, ഞങ്ങൾ ഇന്നറിയുന്നു അവന്റെ മാറിലാണ് നീ ചാരിക്കിടക്കുന്നത്. ഞങ്ങളെ ലോകം വെറുക്കുമ്പോ, ഞങ്ങളെ ലോകം ഉപേക്ഷിക്കുമ്പോ ഞാൻ ഇന്നറിയുന്നു ഇന്ന് നിന്റെ മാറിലാണ് ഞാൻ ആയിരിക്കുന്നത്, ഇന്ന് യേശുവിന്റെ മാറിലാണ് ഞാൻ ആയിരിക്കുന്നത്. എത്ര പേര് നീ കൂട്ടായ്മയോട് ചേർന്ന് കർത്താവേ ഇന്ന് നിന്റെ മാറിൽ ഞങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഒന്ന് കരമുയർത്തി കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഞങ്ങളെ ചേർത്ത് പിടിച്ചതിനായി നന്ദി പറയുന്നു. പാപിയായി, ബലഹീനനായി, ഏഴയായി, നിന്നെ യോഗ്യതയില്ലാത്തവനായി ഞങ്ങളെ തള്ളിക്കളയേണ്ട അവസ്ഥയിലും നിന്റെ മാറോട് ഞങ്ങളെ ചേർത്ത് പിടിച്ചല്ലപ്പാ. ഞാൻ അകന്നുപോയി, ഞാൻ അകലെന്ന് മാറി, എന്നാൽ നീ എന്നെ മാറ്റിയില്ല, നീ എന്നെ ചേർത്ത് പിടിച്ചു. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥാ, ഇന്നേരം നീയാണെന്നെല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥാ, ഇന്നേരം നീയാണെന്നെല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. ഞാനാകുന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനാകുന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എന്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എന്റെ എല്ലാമെല്ലാം നീയേ,
യേശുവേ, ഞാൻ അകന്നു പോയപ്പോഴും എന്നോട് മാറോട് ചേർത്തൊരു ദൈവം, എന്നെ വിശുദ്ധീകരിച്ചൊരു ദൈവം ഇന്ന് 7-ാം മാസത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവായ യേശുവേ, ഞങ്ങളെ ഒന്ന് വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ അവിടുത്തെ രക്തത്താൽ, കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായ കുഞ്ഞാടിന്റെ രക്തത്താൽ, ഒരു കാലത്ത് പുരോഹിതന് വേണ്ടിയും ജനത്തിന് വേണ്ടിയും അർപ്പിച്ച പോലെയല്ല, സകല ജനത്തിന് വേണ്ടിയും ഒരിക്കലായി അവിടുന്ന് ക്രൂശിൽ സമർപ്പിച്ച അവിടുത്തെ രക്തത്താൽ അവിടുന്ന് ഞങ്ങളെ വീണ്ടെടുക്കുന്നതിനായി, അവിടുന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനായി, ദൈവമേ നിന്റെ മഹത്വത്തിലേക്ക് ഞങ്ങളെ ചേർക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. സമരിയക്കാരി സ്ത്രീ കണ്ടതുപോലെ അന്ന് വരെ അവൾ കണ്ടതും ആശ്രയം വെച്ചതുമായ സകല പ്രതീക്ഷകളെയും സകല പ്രത്യാശകളെയും മറന്നുകൊണ്ട് 7-ാമതായി അവൾ കണ്ട ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കുവാൻ, അവൾ കണ്ട മിശിഹായെ ചേർത്ത് പിടിക്കുവാൻ അവളെ ദൈവം ഒരുക്കിയതുപോലെ കർത്താവേ, ഈ 7-ാം മാസം വിശുദ്ധീകരണത്തിന്റെ മാസം, പൂർണ്ണതയുടെ മാസം, വിശുദ്ധിയുടെ മാസം ദൈവത്തോട് ചേർന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ ചേർത്ത് പിടിച്ച് അവന്റെ മാറോട് ചേർന്ന് കിടന്ന് ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.